ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ വിചാരിച്ചു നമ്മുടെ എക്സാം സീരീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യു നോ ദാറ്റ്, ലൈക്ക് എൻ്റെ ഷോർട്സ് കാണുന്നവർക്കറിയാം. സോ ഞാൻ വിചാരിച്ചു ഇന്ന് നാളെ നമുക്ക് ലാസ്റ്റ് എക്സാം ആണ്. സോ ഞാൻ വിചാരിച്ചു നമുക്ക് അതിൻ്റെ ഒരു ഫുൾ വ്ലോഗ് എടുക്കാം, എങ്ങനെയാണ് എക്സാംസും കാര്യങ്ങളും ഒക്കെ എന്നുള്ളത് നിങ്ങളെ കൂടെ കാണിക്കാമല്ലോ എനിക്ക്. സോ തോട്ട് ഓക്കെ ഫൈൻ, നമുക്ക് ആ വീഡിയോ എടുത്തേക്കാം ഞാൻ കരുതി. സോ രാവിലെ തൊട്ട് പഠിത്തമാണ്. ഞാൻ ലാസ്റ്റ് ഡേ മാത്രം പഠിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം ഇരിക്കേണ്ടി വരും. അല്ലാണ്ട് ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ട് ഞാൻ ഭയങ്കര പഠിപ്പിയാന്ന് കരുതരുത്, ബിക്കോസ് അങ്ങനെ ചിന്തിക്കും നിങ്ങൾ. ഇത് ലാസ്റ്റ് ഡേയിലാണല്ലോ നമുക്ക് അല്ലെങ്കിലും ഇങ്ങനെ പഠിക്കാനുണ്ടെന്നുള്ള തോട്ട് വരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു നിങ്ങളങ്ങനെ വിചാരിക്കാതിരിക്കാൻ വേണ്ടി നേരത്തെ കൂട്ടി പറഞ്ഞ. സോ വീട്ടിലേക്ക് പോവാം. പലതരം കാര്യങ്ങളാണ് ഒന്ന് പഠിക്കുമ്പോൾ വരുന്നത്. ബിക്കോസ് നിങ്ങൾ കണ്ടില്ലേ, പടം വര, ഒരു കൂട്ടം പടം ബ്ലോക്ക് ചെയ്യാം. ഞാൻ അങ്ങനെ അല്ലല്ലോ, നമുക്ക് ബ്ലോക്ക് ചെയ്ത് നോക്കാം ഗൈസ്. അയ്യോ പാവം പേടിച്ചു പോയെന്ന് തോന്നുന്നു. എന്ത് നല്ല സൈക്കോ സ്വഭാവം, പാവം, കഷ്ടം. കിടക്കുന്നു. അയ്യോ ചെറുതാക്കാം, അവസാനം പേടിച്ചു. അയ്യോ അവന് മനസ്സിലായി ഗേസ് പുറത്തു പോകാൻ പറ്റുമെന്ന്. അങ്ങനെ ചെയ്യാം. ഞാൻ തന്നെ അവനെ പുറത്ത് വിട്ടു. അയ്യോ അവനെ മേത്ത് മുട്ടി എന്തോന്നു. ഓക്കെ ഗൈസ്, സമയം കൂടുന്തോറും നമുക്ക് സമയം 2 മണിക്കൂർ ഈ ടോപ്പിക്ക്, 3 മണിക്കൂർ ഈ ടോപ്പിക്ക് എന്നുള്ളത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നേരമായി ഗൈസ്. എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെമസ്റ്റർ എക്സാം തുടങ്ങിയിട്ട് ഏകദേശം 1 മാസം ആകുമ്പോഴാണ് നാളെയാണ് നമ്മുടെ ലാസ്റ്റ് എക്സാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചില്ലേ? ആ സമയത്ത് നമ്മളിരുന്ന് തലേദിവസം പഠിക്കുമായിരുന്നു, അതായത് 31st. അത്രയ്ക്കും പഠിത്തത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് MG എന്ന് പറയുന്നത്. നമുക്ക് January 1st തന്നെ നമ്മുടെ കമ്പനി അക്കൗണ്ട്സിൻ്റെ എക്സാമാണ് ആയിരുന്നു. എൻ്റെ ഷോർട്സൊക്കെ ചെക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ഞാനത് സങ്കടപ്പെട്ട് ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, നാളെയാണ് നമുക്ക് എക്സാം. എന്നെ പോലെയാണോ നിങ്ങളും? 10 ദിവസം കിട്ടിയാലും ലാസ്റ്റ് ഒരു ദിവസം ഇരുന്ന് തുരുതുരാ പഠിത്തമായിരിക്കും, ഭയങ്കര പഠിത്തമായിരിക്കും. ഈ പഠിത്തം ഞാൻ 2 ദിവസം കൊണ്ട് പഠിച്ചിരുന്നെങ്കിൽ ഫുൾ പോർഷൻസ് കവർ ചെയ്യായിരുന്നു. എന്തായാലും അങ്ങനെ ചിന്തിക്കത്തില്ല. എന്നിട്ട് രാത്രി ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കും, ഒരു ദിവസം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ, ഒരൊറ്റ ദിവസം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചേനെന്ന്. ചുമ്മാ അതും വെറുതെ നടന്ന് കളയും. എന്തായാലും നാളത്തെ എക്സാമിന് ഫുൾ വ്ലോഗ് എടുക്കാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ ഫോണിലാണ് നോട്ട്സ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഈ നാളത്തെ എക്സാം കൂടെ കഴിഞ്ഞ് നോട്ട് ഫുള്ള് ഡിലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നാളെ ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം കാര്യങ്ങൾ. പിന്നെ ഫോണിൻ്റെ ചാർജ് അനുസരിച്ച് ഇരിക്കും എല്ലാം, എന്നാലും ഞാൻ ശ്രമിക്കാം. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, ആ കുട്ടിയുടെ പഠിത്തം കണ്ടോ? ഈ ഒരു 4 ദിവസം അവധി കിട്ടിയിട്ട് ഒരു ദിവസം പോലും പഠിക്കാതെ ലാസ്റ്റ് ഡേ ഇരുന്ന് പഠിക്കുന്നവരുടെ രോദനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്നെ കണ്ടില്ലേ, ഭയങ്കര ഒരു നല്ല കുട്ടിയുടെ കണക്കിരിക്കുന്നത്. എനിക്കതിഷ്ടമല്ല. എനിക്ക് എല്ലാവരുടെ ലൈഫിലും ഒരു ബാഡ് ക്യാരക്ടർ, ഒരു ദുഷ്ടയാവാനാണ് എനിക്കിഷ്ടം. നമ്മൾ ഇനി ഇത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാളത്തെ പരീക്ഷയ്ക്ക് നമ്മൾ പൊട്ടും. അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിച്ചു. ഇനി നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ സെൻഡ് ചെയ്യാം. നാളെ ഇനി കോളേജിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ചിലപ്പോൾ ഇനി രാത്രിയിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുമായിരിക്കും. ഐ ഡോണ്ട് നോ. എനിക്ക് വയ്യ ഗൈസ്, പക്ഷെ നാളെ ഒരൊറ്റ ദിവസമുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ പഠിക്കാതിരിക്കാനും വയ്യ. എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി, എനിക്ക് ഭയങ്കര തലചുറ്റലൊക്കെ വരുന്നു. ഞാൻ കുറേ കാപ്പിയൊക്കെ കുടിച്ചായിരുന്നു, മേ ബി അതായിരിക്കും, എനിക്കറിയില്ല. എനിക്ക് വയ്യ. I'm done with all this. ഇനി പഠിക്കണ്ട. ഓക്കെ ഫൈൻ, നമുക്കിനി അങ്ങനെ കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വൊമിറ്റ് ചെയ്തു. പിന്നെ പഠനമൊക്കെ ഭയങ്കര ഗുദാഹവയായിരുന്നു. എന്തായാലും ഭയങ്കര ടയേർഡായി, ഞാൻ നേരത്തെ തന്നെ കിടന്നു.
കണ്ടത് ജസ്റ്റ് മോർണിംഗ് തിങ്സ് ആണ്. അതായത് ഞാൻ ഈ അമ്പലത്തിനടുത്ത് കിടക്കുന്നവർക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും, അത് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ രാവിലെ എണീറ്റ് പോകുമ്പോൾ 5 മണിക്ക് അതൊക്കെ കേട്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അയവാ. അപ്പം നമ്മൾ പറഞ്ഞു തന്നത്, എനിക്ക് യെസ്റ്റർഡേ നൈറ്റ് ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ടയർഡാണ്. ഭയങ്കര ടയർഡ്. പിന്നെ അതുപോലെ നേരത്തെ കിടന്നുറങ്ങിയ നമുക്ക് 5 മണിക്ക് ബസ്സാണ്, എന്നാലും നമ്മൾ 8 മണിക്കെങ്കിലും കോളേജിൽ എത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ട്രെയിനൊക്കെ കയറി വന്നാൽ നമുക്ക് 1:30ക്കാണ് എക്സാം യൂഷ്വലി. പിന്നെ വെള്ളിയാഴ്ച മാത്രം 2 മണിക്കും. സോ നമ്മൾ ലേറ്റ് ആവും, ട്രെയിനൊക്കെ കയറി ബസ്സൊക്കെ പിടിച്ച് വരുമ്പോഴത്തേന് കോളേജിലെത്താൻ നല്ല ലേറ്റ് ആവും. പിന്നെ എനിക്കിങ്ങനെ റഷായിട്ട് പോകുന്ന ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അങ്ങനെ നമ്മൾ നേരെ ഫുഡൊന്നും കഴിച്ചില്ല. ഞാൻ ജസ്റ്റ് ഒരു ചപ്പാത്തി മാത്രമാണ് കഴിച്ചത്. താമരയ്ക്കും എക്സാമും എന്തോ ഉണ്ടായിരുന്നു, അവളും ഭയങ്കര പഠിത്തമാണ്. ഞങ്ങളുടെ ഒരു കോളേജിലാണ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. എന്തായാലും നല്ല ചൂട് ചപ്പാത്തിയും നല്ല ഗ്രേവിയും കൂടെ കൂട്ടി ഒരു ചപ്പാത്തി കഴിച്ചു. കാര്യം യെസ്റ്റർഡേ ഞാൻ ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു യക്ക് ഫീൽ വരുമെന്ന് എനിക്കറിയാം. എനിക്കറിയാം, പറഞ്ഞല്ലേ പറ്റും നിങ്ങളുടെ. എന്തായാലും ഇതേ തമിഴ് ക്ലാസ് ഏതാണ്. അങ്ങനെ നമ്മൾ കോളേജിലെത്തി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഗായത്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അവൾ ട്രെയിനിനാണ് ആക്ച്വലി വരുന്നത്. അവൾക്ക് ട്രെയിനാണ് മോർ കംഫർട്ടബിൾ എന്നാണ് പറയുന്നത്. എന്തായാലും അവൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഗായു വന്നിട്ട് ബാക്കിയൊക്കെ പഠിക്കാം. ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്ത് കറക്റ്റല്ലേ? ഓ മൈ ഗോഡ്, ഏജ് ഞാൻ പറയുന്നില്ല, ഏജ് എനിക്ക് ട്രോമയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല. കഴിഞ്ഞ വ്ലോഗിൽ ഇങ്ങനെ ചെറു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും അങ്കിൾ റിട്ടയർഡ് ആയ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. ആഫ്റ്റർ നമുക്ക് LLBക്ക് ലിമിറ്റ് ഇല്ലല്ലോ, ഏജ് ലിമിറ്റൊന്നുമില്ല. ഞാനൊക്കെ ഇത് പഠിച്ചിട്ടിറങ്ങി ഓടാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ അതേ വീണ്ടും ജോലി കഴിഞ്ഞിട്ട് പഠിക്കുന്നു. എന്തല്ലേ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ്. എന്തായാലും ഞാൻ കുറേ നേരമായി ഈ പറഞ്ഞ പോലെ ഈ ക്യാൻറ്റീനിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ക്ലാസ്സസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല. സോ നമ്മൾ ക്യാൻറ്റീനിൽ വെയിറ്റ് ചെയ്യാണ്. ഫൈനലി ഗായത്രി എത്തി. ആ ബുക്കൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ച് നീ എല്ലാത്തിനും വന്നതാ. വളരെ കുറവായതുകൊണ്ട് കുറച്ച് സാധനം വാങ്ങിച്ചു. ഇതെന്നെ പോയി പെട്ടിക്കട നടക്കുന്നുണ്ടല്ലോ. പഠിച്ചോ? എല്ലാം അവിയല് കണക്കും. അതിനി സമാധിയാണ്. താമര ക്ലാസ്സിക്ക് വരുന്നതിന് മുന്നേ ഗായുവിനെ വിളിച്ചിട്ട് എനിക്ക് ടാബ്ലറ്റ് വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. വോമിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ഒരു വല്ലാത്ത ചൊവയായിരുന്നു. ഇങ്ങനെ ചവച്ചെന്തോ അല്ലേ കഴിക്കേണ്ടത്, വെള്ളം കുടിക്കാമല്ലോ. ഇന്നത്തെ പരീക്ഷ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സാം 1 month ആയിരുന്നു. നോക്കിക്കേ, എന്തൊരു പരിപാടിയാ. ഞാൻ അടുത്തത് നെക്സ്റ്റ് രണ്ടാമത്തെ സംശയം വിശക്കുന്നില്ല. എന്നാലും ഞാൻ ആ സുമ്മി പോലൊക്കെ തുടങ്ങിയത്. സുമി ചേച്ചി പറ എൻ്റെ ചാനലിനെ പറ്റി 2 കാര്യം. സഹനയുടെ ചാനൽ നല്ല ചാനലാണ്, സ്മാർട്ടാണ്. സഹന സ്മാർട്ട് ഗേളാണ്. വേറെ എന്തൊക്കെയാണ് നിനക്ക് പറയാൻ പറ്റുന്നത്? സ്മാർട്ട് ഗേളാണ്, ബ്രില്യൻ്റ് ആണ്, വെരി ഗുഡ്. ഇതൊന്നും ഞാൻ പറഞ്ഞു പറയിപ്പിച്ചല്ല. അവര് പറഞ്ഞിട്ട് എല്ലാം ഞാൻ പഠിപ്പിച്ചാലുണ്ടല്ലോ. സത്യം പറയാൻ നീ വനിത പൊക്കോ, നല്ല ഭാവി ഞാൻ കാണുന്നു. ആറാട്ടത്തിലേക്ക് കൂടെ തരാ. എറിയുന്നു. താങ്ക് യു ഹാരി. അങ്ങനെ 1/2 an hour നമുക്കിനി എക്സാം ആണ്. ടെൻഷൻ. പിന്നെ ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ശുഭാപ്തി വിശ്വാസം ഇന്നും കൂടെ അല്ലേ ഉള്ളൂ എക്സാം എന്നുള്ളത് വെച്ചിട്ട്. അപ്പോൾ ഇനി എക്സാമിനൊക്കെ കയറി കഴിഞ്ഞിട്ട് കാണാം. സത്യമായിട്ട് ഞാൻ 8 മണിക്കാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. സായി എത്ര മണിക്ക് പഠിക്കായിരുന്നു? രാത്രി 8 മണിക്ക്. നാണമുണ്ടോ? ഉണ്ട്. അമ്മൂനില്ലെന്ന് എനിക്കറിയാം. അമ്മൂനില്ലല്ലേ? എന്ത്? അയ്യോ, നിന്റെ എത്ര റിവിഷൻ കഴിഞ്ഞു? 10. ആകെ 5 മോഡ്യൂൾ 10 റിവിഷൻ. യുനോ, ഇതിന്റെ സപ്ലിയും കൂടെ വാങ്ങിച്ചിട്ട് വേണം എനിക്ക് ജീവിതം എറിയാൻ വെള്ളത്തിൽ. ഈസി ആയിട്ട് പരീക്ഷ ഇന്ന് ഞാൻ പറയല്ലേ, ഈസി ആയിട്ട്. സായിയുടെ കാര്യത്തിലാ. ഗായത്രി പറ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം?
1 മന്തിൻ്റെ സ്ട്രഗിളിന് ശേഷം നേരെ വീട്ടിലേക്ക് പോവാണ്. 6 മണിക്ക് നമുക്ക് മെമോ ഉണ്ട്, നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇതാണ് എക്സാം സ്ട്രഗിൾസ്. കയ്യിലെല്ലാം പേനൊക്കെ ലീക്കായിട്ടും അമ്മാതിരി പഠിത്തമായിരുന്നേ. പിന്നെ നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം സാനയുടെ വ്ലോഗ്, ഐ മീൻ സഹനാസ് വ്ലോഗിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് എനിക്ക് ഡാർക്ക് സർക്കിൾസ് വരുന്നത്. ഓക്കെ, സഹനാസ് വ്ലോഗിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടത് നാളെ പറയാം. ഇന്നത്തെ ദിവസം നമ്മൾ ആകെ കഴിച്ചത് ഇത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. രാവിലെ നമ്മളൊരു ചപ്പാത്തി കൂടി കഴിച്ചായിരുന്നു. അപ്പം പറഞ്ഞു തന്നത് ഇത് രണ്ടും മാത്രമാണ്. സോ ഇത് കഴിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. പിന്നെ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് അങ്ങനെ ഫുഡ് കഴിക്കാനേ തോന്നില്ല. കാര്യം എനിക്ക് വോമിറ്റിംഗ് വരും. ഇതിൽ ഫുള്ള് വോമിറ്റിംഗ് കഥകളാണല്ലോ അല്ലേ. എന്തായാലും എൻ്റെ സാഹചര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ്. എന്തായാലും ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ആശ്വാസം കിട്ടിയത്. ഇനി ട്രെയിനിൽ കയറണം. ട്രെയിൻ മെമു ആയതുകൊണ്ട് തന്നെ 9 മണിക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ വീട്ടിൽ. പിന്നെ ഇനി അറിയത്തില്ല. എന്തായാലും നമ്മൾ ഓടിച്ചാടി ട്രെയിനിൽ കയറിയപ്പോഴോ വൻ തിരക്ക്. കാര്യം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും നാട്ടിലേക്ക് പോവാണ്. തിരക്കിനകത്ത് കൊണ്ട് സീറ്റില്ലാണ്ട് ബുദ്ധിമുട്ടി. എന്നാലും കോട്ടയൊക്കെ എത്തുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് സീറ്റൊക്കെ ഒഴിയും. അപ്പം നമ്മൾ കയറിയിരുന്നു, സീറ്റൊക്കെ കിട്ടി. പക്ഷേ കോട്ടയം ടു നമ്മുടെ സ്ഥലത്തേക്ക് ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ സീറ്റ് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ ഇരിക്കാം, കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങി, അത്രയ്ക്ക് ടയർഡായിരുന്നു. അങ്ങനെ കുറച്ച് സ്ട്രഗിളിന് ശേഷം നമ്മൾ വീട്ടിലെത്താൻ വേണ്ടി പോവാണ്. 10 മണിയോടെ എത്തി. ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദിസ് ഇസ് മീ സഹന. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ടാറ്റാ.